ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2084. ഇന്ന് സെപ്റ്റംബർ മാസം 14-ാം തീയതി 257-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനം കൂടിയാണ്. പരിശുദ്ധ സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്ന് സ്ലീബ പെരുന്നാളാണ്. രക്ഷാകരമായ നമ്മുടെ കർത്താവിന്റെ സ്ലീബ കണ്ടെത്തിയതിന്റെ ഓർമ്മ പുതുക്കുകയാണ്. ആരാധനാക്രമത്തിലും ഇതൊരു പുതിയ കാലം ആരംഭിക്കുകയാണ് സ്ലീബ പെരുന്നാളോടുകൂടി. നമ്മുടെ കർത്താവിന്റെ ക്രൂശ് നമ്മൾ ഓരോരുത്തരെയും എന്തുമാത്രം സൗഖ്യപ്പെടുത്തുന്ന ഇടമാണ്, സൗഖ്യപ്പെടുത്തേണ്ട ഇടമാണ്. സകല മുറിവുകൾക്കും അവിടെ ഒരു ശമനമുണ്ട്. സകല സഹനങ്ങൾക്കും അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ സാധ്യതയുണ്ട്. ഗ്രീക്കിലെ പ്രശസ്ത എഴുത്തുകാരനായ കസൻസാക്കീസ് എഴുതിയിട്ടുണ്ട്, ഒരു പച്ചിലയിൽ പോലും ഒരു കുരിശുമരണത്തിന്റെ അടയാളമുണ്ട് അതിന്റെ ഒരു വശത്ത്. എന്നിട്ട് ആ പച്ചിലയെ ഒന്ന് തിരിച്ചു വെച്ചാൽ മറുവശത്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെ മുദ്രയും പതിഞ്ഞിട്ടുണ്ട്. സഹനങ്ങളിൽ നമ്മൾ തട്ടി നിൽക്കുന്നുണ്ടാവും, തട്ടി വീഴുന്നുണ്ടാവും. അപ്പുറത്തേക്ക് പോകാനായിട്ട് ഊർജവും ഉത്സാഹവും വെളിച്ചവും കിട്ടാതെ പോകുന്നുണ്ടാവും, അല്ലാതെ ശ്വാസം മുട്ടുന്നുണ്ടാവും. എന്നാലും എല്ലാത്തിനെയും മറികടക്കാനായിട്ട് നമുക്കൊരു പ്രേരണയും പ്രചോദനവും പ്രകാശവുമായി ശരിക്കും ക്രിസ്തുയേശു കൂടെയുണ്ട്. യേശുവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ പ്രതീകം കുരിശു തന്നെയാണ്. കുരിശിങ്ങനെ നൂർന്നു നിൽക്കുമ്പോൾ അതിന്റെ ശിരസ് ദൈവസന്നിധിയിലേക്കാണ്. കുരിശിലേറുന്ന ഏതൊരാളും തങ്ങളുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും ആലോചനകളെയും എല്ലാം ദൈവത്തെങ്കിലേക്ക് കൂടി സമർപ്പിക്കാനായിട്ട് തയ്യാറാവണം. പാദമാവട്ടെ കുരിശിന്റെ ഭൂമിയിലാണ്. മണ്ണുമായി, ഈ അടിസ്ഥാന പ്രശ്നങ്ങളുമായി, താഴത്തെ തട്ടുമായി നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടാവണം. ഒരാളിങ്ങനെ നേരെ നിൽക്കുകയാണ്, പിന്നെ കുരിശിന് ഇരുവശത്തേക്ക് നീളുന്ന കരങ്ങളുണ്ട്. കരങ്ങൾ അങ്ങനെയൊന്ന് വിരിച്ചു പിടിച്ചാൽ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും ജീവനുള്ള ചലിക്കുന്ന കുരിശുകളാണ്. തീർച്ചയായും അത് ഞാനെന്ന് പറയുന്ന എൻ്റെ എല്ലാ അഹന്തയും എൻ്റെ എല്ലാ അഹബോധത്തെയും വെട്ടുന്ന ഒരു വര കൂടിയാണ് അത്, കേട്ടോ. കുറുകെ വരയ്ക്കുന്ന ഒരു വരയാണ് ഞാനെന്ന് എഴുതിയിട്ട്. ഞാനൊരു വര പോലെ മുകളിൽ നിന്ന് താഴേക്ക് വരച്ചിട്ട് ഒരു വെട്ടുകയാണ്. അഹബോധത്തെ തന്നെ ഒന്നില്ലാതാക്കിയാൽ, അഹന്തയെ തന്നെ ഒന്നില്ലാതാക്കിയാൽ നമ്മൾ കൊണ്ടു നടക്കുന്ന പോഴത്തരങ്ങള്, പൊങ്ങച്ചങ്ങള്, മത്സരങ്ങള്, ശാഠ്യങ്ങള്, തർക്കങ്ങള്, പ്രതികാരങ്ങള് അർത്ഥമില്ലാത്തതാണ്, ആഴമില്ലാത്തതാണ് എന്നൊക്കെ ക്രൂശിന്റെ സന്നിധിയിൽ അല്പസമയം കണ്ണു തുറന്നും കണ്ണടച്ചും ധ്യാനിക്കുന്ന ഏതൊരാൾക്കും പിടുത്തം കിട്ടും. ഒപ്പം ഈ ജീവിതം പോലും ഒരു ചെറിയ കാലത്തെ താൽക്കാലികമായ ഇടമാണ്. അതുകൊണ്ട് തന്നെ കുറെ കൂടി കുരിശിനപ്പുറത്ത് നിത്യതയെക്കുറിച്ച് കൂടി സ്വപ്നം കാണാനായിട്ട് നമ്മൾ വളരട്ടെ, ഉയരട്ടെ. അങ്ങനെ ഒരു സ്ഥിരവാസത്തിനുള്ള ഒരു സാധ്യത നിലനിൽക്കെ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കാതെയും ഒരുങ്ങാതെയും ഇവിടെ തന്നെ ഇങ്ങനെ യുദ്ധങ്ങളിൽ ഏർപ്പെട്ട് കുരുങ്ങിക്കിടക്കുകയാണ്. തോറ്റും തോൽപ്പിച്ചു അല്ലേ? ഒരു മാറ്റം ഉണ്ടാവണ്ടേ? അതിലേക്ക് ക്രിസ്തുയേശുവിന്റെ ക്രൂശ് നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട്. സ്ലീബ പെരുന്നാള് ഓരോരുത്തരുടെയും ജീവിതത്തെ ഒന്നുകൂടി ഒന്ന് പകത്തിട്ട് പുതിയ ചില സാധ്യതകളിലേക്ക് വഴി നടത്തട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.